നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴ വാർത്തകൾ. 25/6/2024 തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ചെയർമാനെ രണ്ടാം പ്രതി കക്ഷി ചേർത്തുകൊണ്ട് വിജിലൻസ് കൈക്കൂലി കേസിൽ പ്രതിയാക്കിയത്. എന്നാൽ ഇതുവരെയും ചെയർമാൻ പിടിക്കപ്പെടാതെ മുങ്ങിത്താങ്ങി നടക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച സനീഷ് ജോർജിനെ ചെയർമാനാക്കിക്കൊണ്ട് 5 വർഷത്തേക്കാണോ പാർട്ടി മുനിസിപ്പാലിറ്റി ഭരണം കൈയടക്കി വെച്ചിരുന്നത്. എന്നാൽ പാർട്ടി അറിഞ്ഞോ അറിയാതെയോ ചെയ്യ വലിയ ഒരു കച്ചവട കൂട്ടുകെട്ടാണ് വിജിലൻസ് പൊക്കിയത്. രണ്ടാം പ്രതിയായിട്ട് ഞങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് എന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അബറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തെ ഇവിടെ വന്നപ്പോൾ എന്നാൽ ഇന്ന് 8 ദിവസമായിട്ടും രണ്ടാം പ്രതിയായ ചെയർമാനെ പിടിക്കപ്പെടാത്തതിൽ ദുരകഥകളേറെ. എല്ലാ രാഷ്ട്രീയക്കാരും ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ രീതിയിലുള്ള സമരമുറകളാണ് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ തൊടുപുഴ പോലീസ് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇന്ന് BJP നടത്തിയ സമരവും BJPയുടെ ദേശീയ പദവിയുള്ള PC ജോർജ് ഈ സമരം ഉദ്ഘാടനം ചെയ്തതും ഭാവി വിഷയങ്ങൾ ഏറെ വഷളാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എന്നാൽ രാജിക്ക് പകരം ചെയർമാൻ അവധി എഴുതി കൊടുത്തത് വീണ്ടും വിവാദങ്ങൾക്ക് കാരണമായി. വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനത്തിൽ ചെയർമാനോട് ഇന്ന് രാജിവെക്കാനാണ് പാർട്ടി തീരുമാനമെന്ന് മുഹമ്മദ് ഫൈസൽ പത്രമാധ്യമങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും ഇത് തൽക്കാലം മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്ന് നമ്മൾ പറയാനിടയാക്കിയ സാഹചര്യം അതാണല്ലോ. അല്ല, അങ്ങനെ ഒരു പാർട്ടി തീരുമാനം വന്നിട്ടും ചെയർമാൻ ഒരു അവധിക്ക് അപേക്ഷ നൽകുന്ന ഒരു അവസ്ഥയിലാണ് വന്നത്. അപ്പോൾ പാർട്ടിയുടെ തീരുമാനത്തെ വിഘടിക്കില്ലേ? ചെയർമാൻ സ്വതന്ത്രമായി മത്സരിച്ച് സ്വതന്ത്രമായി നിന്നപ്പോൾ പാർട്ടിയും മുന്നണിയും പിന്തുണ കൊടുത്ത ഒരാളാണ്. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി രാജിവെക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ നടപടി അത് പാർട്ടി ഇല്ലാന്ന് നിർത്തവും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തുടർ നടപടികൾ ഉണ്ടാവുന്നത്. പാർട്ടിക്ക് പൈസ അതിന്റെ ആവശ്യം പാർട്ടിക്കുണ്ട്. നവകേരള സദസ്സിനടക്കം 10 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. അത് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് പ്രസ് മീറ്റ് വിളിക്കുമെന്നുള്ള രീതിയിലുള്ള വിളിച്ചോട്ടെ. എന്താ നമുക്ക് തടസ്സം? നമുക്കൊരു തടസ്സമില്ല. ചെയർമാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയർമാൻ തന്നെ തെളിയിക്കേണ്ട കാര്യമാണ്. നമ്മളല്ല തെളിയിക്കേണ്ടത്, ചെയർമാൻ തെളിയിക്കേണ്ട കാര്യമാണ്. പാർട്ടി പണം വാങ്ങിയിട്ട് ചെയർമാന്റെ രാജി പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ചെയർമാൻ നിങ്ങളെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാരണമാണ്. അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെന്തൊരു സമ്മർദ്ദത്തിലാണോ? എന്ത് പറഞ്ഞ നവകേരള സദസ്സിന് 10 ലക്ഷം രൂപ ചെയർമാൻ എവിടെ നിന്ന് എടുത്തു തരും? ചെയർമാൻ എന്റെ സംഘാടക സമിതിയുടെ ഭാരവാഹിയായിരുന്നു. ആ ഭാരവാഹിയായാൽ എന്ത് കൂട്ടായി നിന്ന് ഇവിടുന്ന് പൊതു ആയിട്ട് ആളുകളിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. പിന്നെ തെളിയിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പത്രസമ്മേളനം എന്തുകൊണ്ട് നടത്തിക്കോട്ടെ, നടത്തി തെളിയിക്കണമല്ലോ. ഞങ്ങളുടെ അറിവില്ല. പിന്നെ CPM ചെയർമാനെ ഉപയോഗപ്പെടുത്തി പണം പിടിക്കേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യം എന്തായാലും കേരളത്തില് സംഘാടക സമിതി ചെയർമാൻ അയാളല്ലായിരുന്നു. പക്ഷെ സംഘാടക സമിതി MLA സഹകരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. ഇത്രയും പണം കണ്ടെത്തുന്നതിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും സഹായം ചെയ്താലുള്ള ആളുകൾ ഇല്ല. അദ്ദേഹം മുനിസിപ്പാലിറ്റി നമുക്ക് പരിശോധിക്കാന്നേ. ആ കണക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉള്ളതാണല്ലോ. ഏത് തരത്തിലും പരിശോധിക്കാം മുനിസിപ്പാലിറ്റിന്ന്. ഇത് ഏത് കണക്കും നമുക്ക് പരിശോധിക്കാൻ തയ്യാറാണല്ലോ. അയാളെ സ്വാഗതം ചെയ്യുന്നു. ഇതൊന്ന് അല്ല, അദ്ദേഹം അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുന്നത് വെറുതെ ആരോപണം ഉന്നയിക്കുന്നതാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ തന്നെ തൊടുപുഴയിൽ പല ലൈസൻസുകളില്ലാത്ത ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതും ബിൽഡിംഗ് പെർമിറ്റ് നിയമങ്ങൾ മറികടന്ന് ചില കെട്ടിടങ്ങൾ പണിയുന്നതും അത് പ്രവർത്തിച്ചു വരുന്നതും എല്ലാം ഏറെ ദുരൂഹതകളാണ് ജനങ്ങൾ നിർത്തുന്നത്. പിടിക്കപ്പെട്ട മധ്യസ്ഥ മുഖാന്തരം
ഏറെ കാലങ്ങളായി തൊടുപുഴയിൽ ഈ കൂട്ടുകച്ചവടം നടക്കുന്നു എന്നും ചില വ്യാപാരികൾ പറയുന്നു. എന്നാൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും കൗൺസിൽ യോഗങ്ങൾ നടക്കാത്തതിൽ വരും കാലങ്ങളിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളേറെ. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.